നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സം ഗോൾഡൻ റൂൾസ് ഫോർ ലൈഫ്. സെൽഫ് കെയറിന്റെ ഭാഗമായി നാം ജീവിതത്തിൽ 3 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഹെൽത്തി ഡയറ്റ്, ഫിസിക്കൽ എക്സർസൈസ് ആൻഡ് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ്. ഹെൽത്തി ഡയറ്റ് എന്നാൽ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ ഫുഡ് കൃത്യമായി കഴിക്കുക. വല്ലപ്പോഴുമൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ജങ്ക് ഫുഡൊക്കെ കഴിക്കാം, എന്നാൽ മിതമായി മാത്രം. ശീലമാക്കുന്നത് നല്ലതല്ലല്ലോ. ഫിസിക്കൽ എക്സർസൈസ് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ മടുപ്പ് തോന്നില്ല, കൃത്യമായി ചെയ്യാൻ കഴിയും. മോർണിംഗ് ഓർ ഈവനിംഗ് വാക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതാകാം. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. അതല്ലാതെ ഡാൻസ് പ്രാക്ടീസ് പോലുള്ളവയാകാം. ഒന്നുമല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബോഡി സ്ട്രെച്ചിങ് മൂവ്മെന്റ്സ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിട്ട് ഡാൻസ് ചെയ്യാൻ, ഇതൊക്കെയാകാം. ഇതിനൊക്കെ സഹായകരമാകുന്ന വീട്ടിൽ തന്നെ എങ്ങനെ പ്രോപ്പറായി എക്സർസൈസ് ചെയ്യാം എന്നുള്ള ഡോക്ടേഴ്സിന്റെ ഉൾപ്പെടെ വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. അതോടൊപ്പം ഒരു 7 to 8 hours ഗുഡ് സ്ലീപ്പും നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഭാഗമാണ്. ഉറക്കം കുറഞ്ഞാൽ ദിവസം മുഴുവൻ അതിന്റെ ക്ഷീണം ഉണ്ടാകാം, മെന്റൽ സ്ട്രെസ് ഉണ്ടാകാം. ആവശ്യത്തിനുള്ള ഉറക്കം നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരു റീചാർജിംഗ് കൂടിയാണ്. വല്ലപ്പോഴുമൊക്കെ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്നത് പ്രോബ്ലം ഇല്ലെന്ന് വരാം. പക്ഷേ സ്ഥിരമായി വേണ്ടത്ര ഉറക്കം കിട്ടാതെ വന്നാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. എല്ലാവർക്കും ഈ വക കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമാണ് അതിന്റെ ആ നല്ല റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ സെൽഫ് കെയറിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹെൽത്തി ഡയറ്റ്, എക്സർസൈസ്, ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഇവയ്ക്കാണ്. അടുത്തതായി നമ്മുടെ ഇമോഷൻസ് ഓർ തോട്ട്സ് കൺട്രോൾ ചെയ്യുക. എന്തു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെയധികം ചിന്തിച്ചു മാത്രം ചെയ്യുക. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ പ്രകോപിപ്പിക്കുമ്പോഴോ ചിന്തിച്ചു മാത്രം പ്രതികരിക്കുക. എല്ലാം ഇമോഷണലായി മാത്രം കാണാതിരിക്കുക. നെഗറ്റീവ് ചിന്തകളോ മറ്റുള്ളവരുടെ നെഗറ്റീവായ അഭിപ്രായങ്ങളോ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തി പരിഹരിക്കുക. മൈൻഡ് ഫ്രീ ആക്കി വെക്കുക, ഹാപ്പി ആയിരിക്കുക. മൈൻഡ് കൺട്രോളിങ്ങിന് മെഡിറ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ലവ് യുവർ സെൽഫ്, കെയർ യുവർ സെൽഫ് എന്നതൊരു സെൽഫിഷ് തോട്ട് അല്ല, അത് നിങ്ങൾ എന്ന വ്യക്തിയോട് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഇഫ് യു ഡോണ്ട് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്, ഹൂ വിൽ? അതാണ് ക്വസ്റ്റ്യൻ. പുതിയ അറിവുകൾ നേടുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ലേൺ ന്യൂ തിങ്സ്. ജീവിതകാലം മുഴുവൻ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം അറിവ് ശേഖരിക്കാനാകും. ബ്രെയിൻ എഫിഷ്യൻസി, മെമ്മറി പവർ ഇവ വർദ്ധിപ്പിക്കാനാകും. ഉദാഹരണത്തിന് പുതിയ ഭാഷകൾ പഠിക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിക്ക് അതറിയാത്തവരെക്കാൾ കൂടുതൽ അവസരങ്ങൾ കിട്ടും. എന്നാൽ ഇതറിയാത്തതിന്റെ പേരിൽ പലർക്കും ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകൾ, ജോബ് തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് ഒരു മെയിൻ ലാംഗ്വേജ് ആണ്. അതുപോലെ പുതിയ സ്കിൽസ് പഠിക്കുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ നൽകും. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ ടൈം സ്കെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്തു വെച്ചാൽ ഒന്നും വിട്ടുപോകാതെ കൃത്യമായി ചെയ്തു തീർക്കാൻ കഴിയും. വലിയ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടാനുണ്ടെങ്കിൽ അവയ്ക്കായി പ്രവർത്തിക്കാൻ എന്നും കുറച്ച് സമയം മാറ്റിവെക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഏതു സാഹചര്യത്തിലാണെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ മടിക്കരുത്, ഭയക്കരുത്. ഭയവും മടിയും നിങ്ങളുടെ വളർച്ചയ്ക്ക് മുന്നിലുള്ള 2 വലിയ തടസ്സങ്ങളാണെന്ന് ഓർക്കുക. ഇവ രണ്ടുമില്ലാത്തവർ മാത്രമേ എന്നും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളൂ. നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും എപ്പോഴും നിലനിർത്തുക. പോസിറ്റീവായ ആളുകളുമായുള്ള റിലേഷൻസ് എപ്പോഴും നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി നൽകും. പണം ജീവിതത്തിൽ ഒരു അവശ്യ ഘടകം തന്നെയാണ്. ഏതൊരാൾക്കും ഒരു വരുമാനവും അതിൽ നിന്നൊരു സേവിങ്സും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തം പ്രശ്നങ്ങൾക്ക് സ്വയം സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ വളർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എല്ലായ്പ്പോഴും സ്വയം അനലൈസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സംഭവിച്ച തെറ്റുകളൊക്കെ തിരുത്തി മുന്നേറുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് തീർച്ചയായും എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ കുറവുകളൊക്കെ നികത്തി നിങ്ങളിലെ തന്നെ ഏറ്റവും മികച്ച വ്യക്തിയായി തീരുക. അതിനായി ശ്രമിക്കുക. താങ്ക് യു.